നമസ്കാരം. വിനോദിനിയുടെ സ്റ്റാറ്റസ് CPM പിളർന്നു. കർമ്മം കണക്ക് ചോദിച്ചത് പിണറായിയോടാണ്. CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്ക് പാർട്ടി അംഗത്വം തിരികെ നൽകുമ്പോൾ ചർച്ചയാവുകയാണ് വിനോദിനി കോടിയേരിയുടെ പഴയ വാട്സപ്പ് സ്റ്റാറ്റസ്. ആ സ്റ്റാറ്റസ് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം: ഞാൻ വെറുതെ ഒരാളെയും ഒഴിവാക്കാറില്ല. എന്റെ സാന്നിധ്യത്തിന് യാതൊരു വിലയുമില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ ഒഴിഞ്ഞു മാറി പോകാറാണ് പതിവ്. ചില തിരിച്ചറിവുകളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. ഒരുപക്ഷെ ആ തിരിച്ചറിവ് നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടി അവർ നമ്മെ ഒരുപാട് മാറ്റത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് സത്യം. ഒറ്റപ്പെട്ടു പോയ ചിലരുണ്ട്. അവരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഉണ്ടാവില്ല. കാരണം ഒറ്റപ്പെട്ടു പോയവരുടെ അവസ്ഥ അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. എത്ര ആൾക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുന്നവർക്കും ഒറ്റപ്പെട്ടു പോയവരുടെ അവസ്ഥ അറിയാൻ കഴിയില്ല. അവരുടെ മനസ്സ്, അവരുടെ ചിന്ത, അവരുടെ ഹൃദയമൊക്കെയും വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകും. അവരോടൊപ്പം ഇരിക്കാൻ, അവർക്ക് കൂട്ടാകാൻ ആരും തന്നെ ശ്രമിക്കില്ല. ഒറ്റപ്പെട്ടു പോയതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അവർക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക ഭംഗി. സത്യസന്ധരായിരിക്കുക, പക്ഷേ വിഡ്ഢിയാകരുത്. അധ്വാനിക്കുക, പക്ഷെ ആരോഗ്യം കളയരുത്. തുറന്നു സംസാരിക്കുക, പക്ഷേ പരിധി വിടരുത്. സ്നേഹിക്കുക, പക്ഷേ നിങ്ങളുടെ വ്യക്തിത്വമോ ഇഷ്ടങ്ങളോ ലക്ഷ്യങ്ങളോ ബലി കഴിക്കരുത് എന്നത്. കർമ്മം വൈകിയെത്തും, പക്ഷേ ഒരിക്കലും വഴി തെറ്റില്ല. നീ മറന്നാലും അത് നിന്നെ മറക്കില്ല. നീ ചെയ്ത മൗനവേദനകൾക്കും നിശബ്ദ ദ്രോഹങ്ങൾക്കും കർമ്മത്തിനെല്ലാം ഓർമ്മയുണ്ട് എന്നതാണ്. നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്ന നിമിഷമാണ് കർമ്മം കൃത്യമായി കണക്ക് തീർക്കുന്നത്. ഇതാണ് ആ കുറിപ്പ്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടിട്ട് ED അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ബിനീഷിനെ പെട്ടെന്ന് തിരിച്ചെടുത്തതിന് പിന്നിൽ രാഷ്ട്രീയമായിട്ടുള്ള വൻ അണിയറ നീക്കങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം തർക്കമില്ലാത്തതാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ IT കമ്പനിയുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്ര ഏജൻസിയായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിരുവനന്തപുരത്ത് വലിയ റെയ്ഡ് നടത്തിയതിന് തൊട്ടു പിന്നാലെ ബിനീഷിന്റെ ഈ രാഷ്ട്രീയ പുനഃപ്രവേശം എന്നത് രാഷ്ട്രീയ കേരളത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. കോടിയേരി വികാരത്തെ അനുകൂലമാക്കുവാനുള്ള പിണറായി തന്ത്രമെന്നാണ് ഇതിനെക്കുറിച്ച് പാർട്ടി അനുഭാവികൾ അടക്കം വിലയിരുത്തുന്നത്. ഇതിനേക്കാളും ഉപരിയായിട്ട് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയായിട്ടുള്ള വിനോദിനി കോടിയേരി ഏകദേശം ആഴ്ചകൾക്ക് മുമ്പ് തന്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ കുറിച്ച വിചിത്രവും എന്നാൽ അർത്ഥഗർഭവുമായിട്ടുള്ള വരികളാണ് എന്നുള്ളതാണ്. അതാണ് ഞാൻ ആദ്യം വായിച്ചത്. കർമ്മം വൈകിയെത്തും, പക്ഷേ ഒരിക്കലും വഴി തെറ്റില്ല. നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്ന നിമിഷമാണ് കർമ്മം കൃത്യമായിട്ട് കണക്ക് തീർക്കുന്നത് എന്നായിരുന്നു വിനോദിനിയുടെ ആ കുറിപ്പിന്റെ അവസാന ഭാഗം. പിണറായി വിജയന്റെ മകൾക്കെതിരെ കേന്ദ്ര ഏജൻസികളുടെ കുരുക്കുമുറുകയും അതേസമയം കോടിയേരിയുടെ മകൻ പാർട്ടിയിൽ സജീവമായിട്ട് തിരിച്ചെത്തുകയും ചെയ്തതോടെ വിനോദിനി കോടിയേരി പറഞ്ഞ കർമ്മഫലം ചെന്നുകൊണ്ടത് പിണറായി വിജയന്റെ നേർക്കാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉയരുന്നത്. വിനോദിനി കോടിയേരിയുടെ വാട്സപ്പ് സ്റ്റാറ്റസിലെ വാക്കുകൾ ഓരോന്നും പിണറായി വിജയൻ എന്ന CPM കരുത്തനെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു എന്നാണ് പാർട്ടിക്കുള്ളിലെ തന്നെ ഒരു വിഭാഗം ഇപ്പോൾ രഹസ്യമായിട്ട് വിലയിരുത്തുന്നത്. ഞാൻ വെറുതെ ഒരാളെയും ഒഴിവാക്കാറില്ല. എന്റെ സാന്നിധ്യത്തിന് യാതൊരു വിലയുമില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ ഒഴിഞ്ഞു മാറി പോകാറാണ് പതിവ് എന്ന് തുടങ്ങുന്ന കുറിപ്പിൽ കോടിയേരിയുടെ മരണശേഷം തങ്ങളുടെ കുടുംബം പാർട്ടിയിൽ നേരിട്ട അവഗണനകളെ കുറിച്ചുള്ള സൂചനകളുണ്ടായിരുന്നു. ബിനീഷ് കോടിയേരി ജയിലിൽ കിടന്ന കാലത്തും കോടിയേരിയുടെ മരണശേഷവും പാർട്ടിയുടെ പരമാധികാരിയായിട്ടുള്ള പിണറായി വിജയന്റെ ഭാഗത്ത് നിന്നും തങ്ങൾക്ക് ലഭിച്ച മൗനവേദനകളെയും നിശബ്ദ ദ്രോഹങ്ങളെയും കുറിച്ചാണ് വിനോദിനി പരോക്ഷമായിട്ട് ആഞ്ഞടിച്ചതെന്നായിരുന്നു വിലയിരുത്തലുകൾ. നീ മറന്നാലും അത് നിന്നെ മറക്കില്ല. നീ ചെയ്ത മൗനവേദനകൾക്കും നിശബ്ദ ദ്രോഹങ്ങൾക്കും കർമ്മത്തിന് എല്ലാം ഓർമ്മയുണ്ട് എന്ന വരികൾ മുൻ ഭരണകാലത്ത് പാർട്ടിയിലും ഒപ്പം തന്നെ ഭരണത്തിലും തിളങ്ങി നിന്ന പിണറായി കുടുംബത്തിന് അവർക്ക് തന്നെ നേരെയുള്ള കൂരമ്പുകളായിരുന്നുവെന്ന് ചിലരടക്കം ഇതിനെ അത്തരത്തിൽ അടക്കം പറയുന്നുണ്ട്. സംസ്ഥാനത്ത് ഭരണം മാറുകയും VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരമേൽക്കുകയും ചെയ്തതോടെ CPMന്റെ ആഭ്യന്തര സമവാക്യങ്ങൾ അപ്പാടെ തകിടം മറിഞ്ഞു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുകയും മകൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നിലപാട് കടുപ്പിക്കുകയും ചെയ്തതോടെ പിണറായി വിജയന്റെ പാർട്ടിയിലെ പിടി അയഞ്ഞു തുടങ്ങി എന്ന് പറയാം. അപ്പോൾ ഈ അവസരം വളരെ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തെ കോടിയേരി അനുകൂല വിഭാഗം ബിനീഷ് കോടിയേരിക്ക് പാർട്ടി അംഗത്വം തിരികെ നൽകാൻ അടിയന്തരമായുള്ള തീരുമാനം എടുക്കേണ്ട സാഹചര്യമാണ് എന്നുള്ള സൂചനകൾ നൽകിയിരുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയ വർഗവഞ്ചകൻ TK ഗോവിന്ദന് വിനോദിനി കോടിയേരി കഴിഞ്ഞ ദിവസം സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയത് അല്ലെങ്കിൽ സ്വീകരിച്ചിരുത്തിയത് പാർട്ടിക്കുള്ളിൽ വലിയ വിവാദം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പാർട്ടിയുടെ ഔദ്യോഗിക തെറ്റൂരങ്ങളെ
തങ്ങൾ ഇനി ഭയപ്പെടുന്നില്ല എന്നുള്ള പരസ്യമായിട്ടുള്ള പ്രഖ്യാപനമാണ് വിനോദിനി ഇതിലൂടെ നൽകിയിരിക്കുന്നത്. അപ്പൊ ഇതിന് പിന്നാലെയാണ് വാട്സപ്പ് സ്റ്റാറ്റസ് വന്നത്. തന്റെ വാട്സപ്പ് സ്റ്റാറ്റസിനെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ സ്വതന്ത്ര തലച്ചോറുള്ള ആളാണ്, അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും പറഞ്ഞ് വിനോദിനി പ്രതികരിക്കുകയായിരുന്നു. ആരുടെ കർമ്മഫലത്തെ കുറിച്ചാണ് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കാൻ വിനോദിനി തയ്യാറായില്ല എങ്കിലും കേരള രാഷ്ട്രീയം അത് വളരെ കൃത്യമായിട്ട് വായിച്ചെടുത്തു എന്നുള്ളതാണ്. അത് മറ്റാരുമല്ല, അത് പിണറായി തന്നെയാണ്. അപ്പോൾ വിനോദിനിയുടെ സ്റ്റാറ്റസ് CPM-നകത്ത് തന്നെ രണ്ട് ചേരികളെ ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് നാളെ പിളർന്നാലും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. കർമ്മം കണക്ക് ചോദിച്ചത് ഇവിടെ പിണറായിയോടാണ് എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണ സഹിതമാണ് വിനോദിനി ആ സ്റ്റാറ്റസ് കുറിച്ചിട്ടത്.